December 24 CMA ഇന്റർ എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന കുട്ടികൾക്കുള്ള ഒരു വീഡിയോ ആണത്. ഒരിക്കലും സ്കിപ്പ് ചെയ്തത്. കുറച്ചുള്ളൂ, ഞാൻ പറയുന്നത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാം. ഓക്കെ, വളരെ കുറച്ച് ദിവസം മാത്രമേ നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യാനുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് ഉള്ള ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഇസ് വെരി വെരി ക്രൂഷ്യൽ. ഇതുവരെ നിങ്ങൾ എന്ത് പഠിച്ചു എന്നല്ല, ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു അതാണ് നിങ്ങളുടെ എക്സാമിനെ എഫക്ട് ചെയ്യുക. ഞാൻ ഫസ്റ്റ് പറയാൻ വേണ്ടി പോണത്, രണ്ട് ടൈപ്പ് കുട്ടികൾ ഉണ്ടാവും. ഒന്ന് ബോത്ത് ഗ്രൂപ്പ് ഫോക്കസ് ചെയ്യുന്ന കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ ഒരു സിംഗിൾ ഗ്രൂപ്പ് മാത്രം ഫോക്കസ് ചെയ്യുന്ന കുട്ടികളുണ്ടാവും. ബോത്ത് ഗ്രൂപ്പ് ഫോക്കസ് ചെയ്യുന്ന കുട്ടികളുടെ ചാൻസ് വളരെയധികം കുറവാണ്. അവർ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പൊ ഫസ്റ്റ് ഞാൻ പറയാൻ വേണ്ടി പോണത്, ഫസ്റ്റ് ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പ് മാത്രം, ഏതൊരു ഫസ്റ്റ് ഗ്രൂപ്പ് ഓർ ഏതൊരു സെക്കൻഡ് ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പ് മാത്രം ഫോക്കസ് ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇത്രയും ദിവസം എന്ത് പഠിച്ചു, ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പഠിക്കാൻ പെൻഡിങ് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് പഠിച്ചു തീർക്കണം. ഇനി നിങ്ങൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നമുക്കറിയാം CMA ഇന്ററിനകത്ത് വരുന്ന 4 പേപ്പേഴ്സ് അല്ലെ, നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പിനകത്ത് വരുന്ന 4 പേപ്പേഴ്സ് ഉണ്ട്. അത് ഏത് പേപ്പർ ആവട്ടെ, പേപ്പർ നമ്പർ 1, പേപ്പർ നമ്പർ 2, പേപ്പർ നമ്പർ 3 ആൻഡ് പേപ്പർ നമ്പർ 4, വാട്ട് എവർ മേ ബി. ഓക്കെ ആണോ? അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. അതായത് CMA ഇന്റർ ഫസ്റ്റ് ഗ്രൂപ്പിനാവട്ടെ 4 പേപ്പേഴ്സ് ഉണ്ട്, CMA ഇന്റർ സെക്കൻഡ് ഗ്രൂപ്പിനാവട്ടെ 4 പേപ്പേഴ്സ് ഉണ്ട്. അത് 1, 2, 3, 4 ഓർഡർ ആവില്ല, ചിലപ്പോൾ 5, 6, 7, 8, 9, 10, 11, 12 ആ ഓർഡറിലായിരിക്കും പോകുന്നുണ്ട്. അപ്പൊ വാട്ട് എവർ മേ ബി 4 പേപ്പേഴ്സ് ഉണ്ടല്ലോ, ഞാനത് 1, 2, 3, 4 പറയാണ്. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്കൊരു ഗ്രൂപ്പിനകത്തുള്ളത് 4 പേപ്പേഴ്സ് ആണ്. ഇനി എന്താണ് സക്സസ്ഫുൾ സ്ട്രാറ്റജി ഞാൻ പറയാൻ വേണ്ടി പോണേ. നിങ്ങൾക്ക് എക്സാം നോക്കിയേ, 400 മാർക്കിൽ നിങ്ങൾക്ക് 200 മാർക്കാണ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. അഗ്രിഗേറ്റ് 200 വേണ്ടേനും പിന്നെ 40% എന്ത് ചെയ്യണം, കിട്ടുമാണ് ഓരോ പേപ്പേഴ്സ്. നിങ്ങൾ ചെയ്യേണ്ടത്, ഈ 4 പേപ്പറും ഒരേപോലെ ഒരേ രീതിയിൽ പഠിച്ചിട്ട് പാസ് ആവുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് സംഭവം തന്നെയാണ്. അതിന് എല്ലാവർക്കും കൊണ്ടും കഴിയില്ല. ഒരേ രീതിയിൽ മാർക്ക് സ്കോർ ചെയ്ത് പാസ് ആവാൻ അത് വളരെ റെയർ ആയവർക്ക് മാത്രമേ കഴിയുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഒരൊറ്റ പേപ്പർ ഫോക്കസ് ചെയ്യാം. ഒറ്റ പേപ്പർ ഫോക്കസ് ചെയ്യാം. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഡിപ്പെൻസ് ആണ്. ഓക്കെ ആണോ? അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഡിപ്പെൻസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ CMA ഇന്റർ സെക്കൻഡ് ഗ്രൂപ്പ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, OPM ആൻഡ് SM എന്നാണ് പേപ്പർ ഫോക്കസ് ചെയ്യാം. ആ ചൂസ് ചെയ്യുന്ന ആ ഒരു പേപ്പറിന് നിങ്ങൾ മിനിമം 70 ആൻഡ് എബോ നിങ്ങൾ എന്ത് ചെയ്യണം, സ്കോർ ചെയ്യണം. ഇതിൽ വരുന്ന പല കുട്ടികൾക്കും വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, മിക്ക കുട്ടികളും 4 പേപ്പേഴ്സും ക്വാളിഫൈ ചെയ്യും, എന്നിട്ട് അഗ്രിഗേറ്റ് പോകും. അഗ്രിഗേറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടന്റ്. അഗ്രിഗേറ്റ് പോയിട്ട് തോൽക്കുന്ന അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് 190 കിട്ടി. ഞാൻ അന്വേഷിക്കുമ്പോൾ, ഞാൻ നോക്കുന്ന സമയത്ത് ഭൂരിഭാഗം കുട്ടികൾക്കും അഗ്രിഗേറ്റിലാണ് എന്ത് ചെയ്യുന്നത്, മിസ്സാവണത്. ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇനി സമയമുണ്ട്, ഏകദേശം 10-18 ദിവസം നിങ്ങളുടെ മുമ്പിലുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ഒരൊറ്റ പേപ്പർ ഫോക്കസ് ചെയ്യുക. ആ ഒരു പേപ്പറിന് നിങ്ങൾ എങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട് തിരിച്ചും മറിച്ചും എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് അതിന് 70 ആൻഡ് എബോ, മിനിമം ആണ് 70, ഒരു 80, 85, 75, 70 ആൻഡ് എബോ എന്ത് ചെയ്യണം, മിനിമം നിങ്ങൾ ആ പേപ്പർ എന്ത് ചെയ്യണം, സ്കോർ ചെയ്യണം. അപ്പൊ പേപ്പർ A to Z പഠിച്ചോ. സാറിന് അത് ഏത് പേപ്പർ ചൂസ് ചെയ്യണം, ഇറ്റ്സ് ഡിപ്പെൻഡ്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആവുന്ന ഒരു പേപ്പർ ഏതാണോ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് ഇല്ല, ഏറ്റവും കൂടുതൽ അറിയുന്ന ആ ഒരു പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്തെടുക്കുക. ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്ത്. ഓക്കെ, അതിന് എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം ചോദിച്ചാൽ, ആ ഒരു പേപ്പർ നിങ്ങൾക്ക് 70 ആൻഡ് എബോ അടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കേ, ബാക്കി വരുന്ന 3 പേപ്പേഴ്സ് നിങ്ങൾക്ക് 40 വെച്ച് കിട്ടി വിചാരിക്കുക. 40 ആവൂല, നിങ്ങൾക്ക് അതിലേറെ സ്കോർ ചെയ്യാൻ പറ്റും. ബാക്കി വരുന്ന നിങ്ങൾക്ക് 4 അല്ലെ, ബാക്കി വരുന്ന 3 പേപ്പേഴ്സ് നിങ്ങൾക്ക് 40 വെച്ച് കിട്ടി വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് 40 ആവൂല കിട്ടുക അല്ലെ. ചില പേപ്പേഴ്സ് നിങ്ങൾക്ക് 45 കിട്ടും അല്ലെ, 50 കിട്ടും, 55 കിട്ടും, വാട്ട് എവർ നോക്കുമ്പോൾ 50 കൂട്ടുക. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഗ്രിഗേറ്റ് എത്ര കവർ ചെയ്യാൻ പറ്റൂടാ, അങ്ങനെ നിങ്ങൾക്ക് എത്ര കവർ ചെയ്യാൻ പറ്റും, അഗ്രിഗേറ്റ് കവർ ചെയ്തില്ലേ, അഗ്രിഗേറ്റ് 200 എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാൻ പറ്റും. ഇത് പറയാൻ കാരണം അഗ്രിഗേറ്റിന് ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിട്ടാ. അപ്പൊ ഒരു പേപ്പർ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുക. എക്സംഷൻ അടിച്ചാൽ പോരാ, 70 എബോ എന്ത് ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യണം, സ്കോർ ചെയ്യണം. ഓക്കെ ആണോ? എന്നിട്ട് ബാലൻസ് വരുന്ന 2 അല്ലെങ്കിൽ 3 പേപ്പേഴ്സ് നിങ്ങൾ മിനിമം നിങ്ങൾ എന്ത് ചെയ്യുക, 40ക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ടാർഗറ്റ് ചെയ്യരുത്. മിനിമം നിങ്ങൾ എന്ത് ചെയ്യുക, 50 എബോ അല്ലെ, 50 എബോ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. ഇനി രണ്ടാമതൊരു കാര്യം, ഇതാണ് ഒന്നാമത് എനിക്ക് പറയാനുള്ളത്. ഒരു പേപ്പറോ അല്ലെങ്കിൽ 2 പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 70 ആൻഡ് എബോലോട്ട് എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടന്റ്. ഓക്കെ, നിങ്ങൾക്ക് രണ്ടാമത് പറയാനൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇതുവരെ എത്രത്തോളം പഠിച്ചു, ദാറ്റ് ഇസ് ഇനഫ്. റിവിഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ട്. റിവിഷൻ, നിങ്ങൾ ഒരു ടോപ്പിക്ക് പഠിച്ചു, മടക്കി വെച്ച് പഠിച്ചല്ലോ, ഇനി എക്സാമിന് തലെടുത്ത് നോക്കാന്നുള്ളത്. എക്സാമിന്റെ തലെടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ കിളിയാണ് പോറും. നിങ്ങൾ പഠിച്ചത് കംപ്ലീറ്റ് മറന്നു പോയിട്ടുണ്ടാവും. ഞാൻ വെറുതെ പറയുന്നല്ല. റിവിഷൻ ആ പേര് കേൾക്കുമ്പോൾ
നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഫീൽ ചെയ്യും. ബട്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്ന് എന്താണോ പഠിച്ചത് നാളെ മോർണിംഗ് റിവേഴ്സ് ചെയ്യുക. നാളെ എന്താണോ പഠിച്ചത് നാളെ രാത്രി വീണ്ടും റിവേഴ്സ് ചെയ്യുക. ഇനി നിങ്ങൾ പുതിയ പുതിയ ടോപ്പിക്ക് അധികം നിങ്ങൾ പഠിക്കണ്ട. ഇപ്പൊ നിങ്ങൾ ഒരു 80%, 85% മേ ബി പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ഇനി പുതിയ ടോപ്പിക്ക് പഠിക്കാൻ നിന്നാൽ എന്താ പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഇത്രയും നേരം നിങ്ങൾ പഠിച്ച ടോപ്പിക് ഉണ്ടാവില്ലേ, അത് മറന്നു പോകും. നിങ്ങൾ ഇത്രയും ദിവസം ഇത്രയും ടൈമിൽ ഇരുന്ന് പക്ക പെർഫെക്റ്റ് ആക്കിയ അതേ ടോപ്പിക് ഉണ്ടല്ലോ, അത് വീണ്ടും 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 എന്ത് ചെയ്യുക, ഒന്ന് റിവേഴ്സ് ചെയ്യുക. പ്രോബ്ലം പേപ്പേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യുക, ഒരു മോഡലിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ എങ്ങാനും മിനിമം വർക്ക്ഔട്ട് ചെയ്യുക. ഇനി ഞാൻ പറയാനുള്ളത് തിയറി പേപ്പേഴ്സാണ്. നിങ്ങൾ സെക്കൻഡ് ഗ്രൂപ്പ് ഫോക്കസ് ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി നിങ്ങളുടെ ഓഡിറ്റിംഗ് പോലുള്ള പേപ്പേഴ്സ്, ഓഡിറ്റിംഗ്, അതേപോലെ സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, അതേപോലെ എഫ്എമ്മിന്റെ കൊമ്പ വരുന്ന BDA, ബിസിനസ് ഡാറ്റ അനലിറ്റിക്സ്, ഈ പറയപ്പെടുന്ന പേപ്പേഴ്സ് ഒക്കെ എന്താണ്, ഇതൊക്കെ തിയറി പേപ്പേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ദിവസം മിനിമം 2 hours ഈ പറയപ്പെടുന്ന പേപ്പേഴ്സ് റിവൈസ് ചെയ്യാൻ, ഡെയിലി റിവിഷന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, ടൈം കണ്ടെത്തിയേ പറ്റൂ. അതിന് വേറെ എക്സ്ക്യൂസ് ഇല്ല. ഇത് ഡെയിലി എടുത്ത് വായിക്കണം. ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ ദിവസവും ഈ 3 സബ്ജക്ട് നിങ്ങൾ എടുത്ത് വായിക്കണം നിർബന്ധമാണ്. അത് വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് സ്കോർ ചെയ്യാൻ പറ്റൂല. നിങ്ങൾ മറന്നു പോകും. കാരണം തിയറിയാണ്. 90% കുട്ടികൾക്ക് എന്തുണ്ടാവില്ല, തിയറി ഇഷ്ടമുണ്ടാവില്ല. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ഇത് വായിച്ച് തലക്കകത്തോട്ട് കയറ്റണം. ഇവിടുന്ന് അങ്ങോട്ട് ഓരോ ദിവസവും നിങ്ങൾ എടുത്ത് വായിക്കണം. എല്ലാ ടോപ്പിക്സും എന്ത് ചെയ്യണം, ഈ പറയുന്ന തിയറി പേപ്പേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, എടുത്ത് വായിക്കണം. ഇനി ഫസ്റ്റ് ഗ്രൂപ്പ് അല്ലെ, നിങ്ങളുടെ ഫസ്റ്റ് ഗ്രൂപ്പ് അത് അല്ലെങ്കിൽ നിങ്ങളെ ഫസ്റ്റത്തെ 4 പേപ്പേഴ്സ് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണത്, അതിനകത്തും തിയറി വരുന്നുണ്ട്, ലോ തിയറി വരുന്നുണ്ട്. ഡെയിലി എടുത്ത് എന്ത് ചെയ്യണം, വായിക്കണം. ഇനി നിങ്ങളുടെ CMA ഇന്ററിന്റെ ഫസ്റ്റ് ഗ്രൂപ്പ് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നെങ്കിൽ, CMA ഇന്ററിന്റെ ഫസ്റ്റ് ഗ്രൂപ്പിനകത്ത് വരുന്ന പേപ്പേഴ്സ് ഉണ്ട് അല്ലെ, ടാക്സ് വരുന്നുണ്ട്. പല കുട്ടികൾക്കും വില്ലനായി നിൽക്കുന്ന പേപ്പറാണ് ടാക്സ് അല്ലെ. ടാക്സിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട് അല്ലെ. എല്ലാ അറ്റംപ്റ്റുകളിലും ക്വസ്റ്റ്യൻ പേപ്പർ റിസർച്ച് ചെയ്ത് നോക്കിയേ, അതിനകത്ത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഏരിയാസ് ഉണ്ട്. അത് എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഏരിയ നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് പോകണം. കാരണം ചെറിയ ലോക്കൽ ഏരിയക്കകത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ സ്ഥിരമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോക്കസ് ചെയ്യുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസ് നിങ്ങൾ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്ത് പോകണം. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നും കൂടി ഓർമ്മപ്പെടുത്താണ്. ഞാൻ പറഞ്ഞ ഒരു സ്ട്രാറ്റജി പറഞ്ഞാൽ, ഒരു പേപ്പർ നിങ്ങൾ എന്തായാലും പഠിക്കണം. ആ ഒരു പേപ്പർ നിങ്ങൾ 70 and above നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം, കടത്തിയിരിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു തിയറി പേപ്പേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, ഡെയിലി ഇവിടുന്ന് അങ്ങോട്ട് ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യണം, റിവിഷൻ ചെയ്യണം. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. മിനിമം അത് 50 റേഞ്ച് നിങ്ങൾ എന്ത് ചെയ്യണം, സ്കോർ ചെയ്യാൻ വേണ്ടി നോക്കണം. ഓക്കെ ആണോ? MCQ ആൻസർ ചെയ്യുമ്പോൾ വാരിക്കോരി ആൻസർ ചെയ്യരുത്. ശരിക്കും ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നോക്കിയിട്ട് മാത്രം എന്ത് ചെയ്യുക, അതിന് ആൻസർ ചെയ്യാം. ഓക്കെ ആണോ? ട്രിക്കി ക്വസ്റ്റൻസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഇനി പറയാൻ വേണ്ടി പോകുന്നത് പേപ്പർ പ്രസന്റേഷൻ ആണ്. പേപ്പർ പ്രസന്റേഷൻ അതായത് എസ്പെഷ്യലി തിയറി പേപ്പേഴ്സ് പ്രസന്റ് ചെയ്യുമ്പോൾ പല കുട്ടികളും CMA ഇന്റർ എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന പല കുട്ടികളും ഡിഗ്രി കഴിഞ്ഞ് വന്ന കുട്ടികളേക്കാരം. നിങ്ങൾ ഡിഗ്രിക്ക് നിങ്ങൾ പേപ്പർ തൂക്കി നോക്കിയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെ, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എങ്ങനെ മാർക്ക് ഇടുമോ, പേപ്പർ തൂക്കി നോക്കിയിട്ടാ. ആ സിസ്റ്റം അല്ല, ഇറ്റ്സ് എ പ്രൊഫഷണൽ എക്സാം ആണ്. നിങ്ങളുടെ പേപ്പർ തൂക്കിയിട്ടല്ല മാർക്ക് തരിക. അപ്പൊ ഡിഗ്രിക്ക് CMA ഇന്റർ എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന സമയത്ത് നിങ്ങൾ എക്സാം എഴുതുമ്പോൾ വാരി ചെയ്ത് കൊടുക്കരുത്. വാട്ട് ഈസ് ദ കണ്ടന്റ് എന്താണോ അത് പ്രോപ്പർ ആയിട്ട് എഴുതി കൊടുക്കുക. വെറുതെ തള്ളി മറിക്കരുത്. ഡിഗ്രിക്ക് എഴുതുന്നത് പോലെ എന്താണ് അവർ ചോദിച്ചത് അതിന് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുക. എന്താണ് അതിനകത്ത് കീവേഡ് ഉള്ളത് അത് പ്രോപ്പർ ആയിട്ട് കൊടുക്കുക. ഇപ്പൊ SM അത് ഈ പറയപ്പെടുന്ന SM, അതുപോലെ തന്നെ ഓഡിറ്റിംഗ്, അതേപോലെ തന്നെ ലോ എഴുതുന്ന സമയത്ത് കണ്ടന്റ് എന്താണോ, അതിനകത്ത് വരുന്ന കീവേഡ് എന്താണോ, ആ കീവേഡ് ടെക്സ്റ്റിനകത്തുള്ള അതേ കീവേഡ് നിങ്ങൾ കറക്റ്റ് അദ്ദേഹത്തിന്റെ ആൻസർ ഷീറ്റിനകത്ത് വരണം. ആ കീവേഡ് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജിൽ എഴുതി കൊടുക്കാം. ബട്ട് ആ കീവേഡും ആ സ്ലാങ്ങും ഇപ്പൊ ലോ പഠിക്കുമ്പോൾ ലോക്കൽ സ്റ്റൈൽ ഉണ്ട്, ഓഡിറ്റിംഗ് പഠിക്കുമ്പോൾ ഓഡിറ്റിംഗ് സ്ലാങ് ഉണ്ട്. ആ സ്ലാങ്ങിൽ ഈ കീവേഡ് വെച്ചിട്ട് കറക്റ്റ് അതിനാണ് ആൻസർ ചെയ്യണം. എങ്കിൽ മാത്രമേ അതിനകത്ത് മാർക്ക് വരുള്ളൂ. ഞാൻ വീണ്ടും പറയുന്നു, ഈ കീവേഡ് വെച്ചിട്ട് ആ സ്ലാങ്ങിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യാൻ പറ്റണം. ഇപ്പൊ SM ആണെങ്കിൽ അതിനകത്ത് ചെറിയ കീവേഡ്സ് വരുന്നുണ്ട്. ആ കീവേഡ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഒരിക്കലും എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. അത് ഞാൻ വീണ്ടും പറയാണ്, തിയറി പേപ്പേഴ്സ് ഡെയിലി എടുത്ത് എന്ത് ചെയ്തോളണം, റിവൈസ് ചെയ്തോളണം. ഒരു കോംപ്രമൈസും അതിന് വരുത്തരുത്. പാസ്സാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും ഞാൻ പറഞ്ഞില്ലേ, ഇത് കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുക. ഒരു പേപ്പർ നിങ്ങൾ എന്തായാലും 70-80 above അടിച്ചേ പറ്റൂ. ഒരു പേപ്പർ നിങ്ങൾ ആലോചിക്കുക, ഒരു പേപ്പർ നിങ്ങൾ 80 above അടിച്ചു, അതായത് കുട്ടികളിൽ കാണുന്ന കാഴ്ച, ഒരു പേപ്പർ നിങ്ങൾ 80 above അടിച്ചു. ഒരു പേപ്പർ നിങ്ങൾ 80 above അടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള 3 പേപ്പേഴ്സ് നിങ്ങൾ 40 വന്നാൽ മക്കൾ നിങ്ങൾക്ക് 200 കിട്ടി പാസ്സായി. ഞാൻ പല കുട്ടികളും കണ്ടിട്ട് എന്തറിയോ, പല കുട്ടികളുടെയും സ്കോർ വരുന്നത് അവർക്ക് 180 above ഉണ്ടാവും, 190 above ഉണ്ടാവും, 198, 199 പൊട്ടിയ കുട്ടികളൊക്കെ ഉണ്ടാവും.
ആ ഒരു അവസ്ഥ ഒഴിവാക്കാനാണ് പറഞ്ഞത്. അഗ്രിഗേറ്റ് ആണ് പല റിപ്പീറ്റേഴ്സ് എക്സാം എഴുതാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങളുടെ മുമ്പിലോട്ട് വില്ലനായിട്ട് വരുന്നത് അഗ്രിഗേറ്റ് മാത്രമാണ്. ഓക്കെ ആണോ? അപ്പൊ പറഞ്ഞ പ്രകാരം എന്ത് ചെയ്യുക, എക്സാം എഴുതുക, തള്ളി മറിക്കരുത്, കറക്റ്റ് കണ്ടന്റ് എന്ത് ചെയ്യുക, അതേപോലെ എന്ത് ചെയ്യുക, പ്രസന്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ പല കുട്ടികൾക്കും ടെൻഷൻ ഉണ്ടാവും, സ്വാഭാവികമാണ്. കാരണം CA പോലെ എക്സാമിനൊക്കെ വരുന്ന ഒരു സംഭവമാണ് ടെൻഷൻ. അതൊക്കെ ഒഴിവാക്കി വിടുക. ഓക്കെ, ഡയറക്റ്റ് റിവേഴ്സ് ചെയ്യുക. ഇനി പുതിയ ടോപ്പിക്കുകൾ പഠിച്ചിട്ടില്ലെങ്കിലും ഓൾറെഡി പഠിച്ച ടോപ്പിക് എന്ത് ചെയ്യുക, റിവേഴ്സ് ചെയ്ത് ആ ഒരു ടോപ്പിക്കിനകത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് തല തിരിച്ചും മറിച്ചും എങ്ങനെ ക്വസ്റ്റ്യൻ ഇട്ടാലും എങ്ങനെ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്താലും അത് ആൻസർ ചെയ്യാനുള്ള ഒരു കപ്പബിലിറ്റിയിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, എത്തിച്ചേരാം. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക് യു.